കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇത്തവണ ദേവന്റെയും ദേവിയുടെയും തിടമ്പേൽക്കുന്നത് കൊല്ലം പീച്ചിയിൽ രാജീവും ബാലുശ്ശേരി ഗോപാലനും എന്നീ രണ്ട് ഗജവീരന്മാരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആനകൾക്ക് പ്രത്യേക സ്ഥാനമാണുള്ളത്. ശീവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്. കൊട്ടിയൂർ ദേവസ്വത്തിന് സ്വന്തമായി ആനയില്ലാത്തതിനാൽ ഉത്സവാവശ്യങ്ങൾക്ക് വാടകയ്ക്കാണ് ആനകളെ കൊണ്ടുവരുന്നത്. ദേവീദേവന്മാരുടെ തിടമ്പേറ്റുന്നത് കൊല്ലം പീച്ചിയിൽ രാജീവ്, ബാലുശ്ശേരി ഗോപാലൻ എന്നീ ഗജവീരന്മാരാണ്. ലോകത്തിലെങ്ങും ഇല്ലാത്തൊരു എഴുന്നള്ളിപ്പ് ചിട്ട കാര്യങ്ങൾ, അതുപോലെ ഇവിടുത്തെ ആചാരങ്ങളെന്ന് ഭയങ്കരമാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളൊരു അമ്പലത്തിൽ പോലുള്ളൊരു പൂരോ കാര്യങ്ങളോ അല്ല, ഇത് ചടങ്ങുകളാണ്. വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് എങ്ങും കിട്ടാത്തതെന്ന് വെച്ചാൽ തറയിൽ ചോറെന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. വെച്ചാൽ എത്ര കോടി രൂപ ഉണ്ടെങ്കിലും കിട്ടത്തില്ല. അത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പുണ്യം തന്നെയാണ്. എന്നുവെച്ചാൽ അത് വേറെ ആർക്കും ഇല്ലാത്തൊരു എന്താ പറയുക ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 40 വയസ്സുള്ള രാജീവും 54 വയസ്സുള്ള ഗോപാലനും ആദ്യമായാണ് കൊട്ടിയൂരിൽ ഉത്സവത്തിന് എത്തുന്നത്. ഭണ്ണാര എഴുന്നള്ളത്ത് അക്കരെ സന്നിധിയിൽ പ്രവേശിക്കുന്നതോടു കൂടിയാണ് ആനകളും അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. ദിവസവും ശീവേലിക്ക് അമ്മാറക്കൽ തറയിലെ ദേവിയുടെ തിടമ്പും മണിത്തറയിലെ ദേവന്റെ തിടമ്പും എഴുന്നള്ളിക്കും. ദേവിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന മുന്നിലും ദേവന്റെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന പിന്നിലുമായാണ് എഴുന്നള്ളുക. ആരാധനാ ദിവസം സ്വർണം, വെള്ളി, നെറ്റിപ്പട്ടം അണിയിച്ചാണ് കരിവീരന്മാരുടെ എഴുന്നള്ളത്ത്. ഉത്സവകാലത്ത് ഭഗവാന്റെ തിടമ്പേറ്റിയ ആനകൾ മകംനാളിൽ ഉച്ച ശീവേലിയോടുകൂടിയാണ് അക്കരെ സന്നിധിയിൽ നിന്നും മടങ്ങുക. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.